അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിവിശുദ്ധമായ വളരെ ശ്രേഷ്ഠത നിറഞ്ഞ മുഹറം 10 രാവിലേക്ക്, ആഷൂറയിൻ്റെ രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. കോടാനുകോടി ഹംദുകൾ പറഞ്ഞാലും മതിയാകാത്തത്ര വലിയ അനുഗ്രഹമല്ലേ പടച്ചറബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ ഒരുപാട് അമ്പിയാക്കൾക്ക് പടച്ചറബ്ബ് പരീക്ഷണത്തിൽ നിന്ന് മോചനം കൊടുത്ത അതിമനോഹരമായ ഒരു ദിവസത്തിൽ, ആ ദിവസത്തിൻ്റെ രാവിലെ നമുക്കിങ്ങനെ ഒരുമിക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ സുബ്ഹാനക യാ റബ്ബ്, എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അത്ഭുതമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണമായി പ്രതിഫലം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങളുമായിട്ടാണ് ഓരോരുത്തരും സദസ്സിലിരിക്കുന്നത്. മനസ്സ് വേദനിക്കുന്നവരുണ്ട്, സങ്കടക്കടലിലാണെന്ന് പറഞ്ഞവർ, ജീവിതം തകർന്നുപോയി എന്ന് പറഞ്ഞവർ, ഇനി സങ്കടപ്പെടണ്ട, നിങ്ങൾ പ്രതീക്ഷയിലാണുള്ളത്, നിങ്ങൾ പ്രതീക്ഷയുടെ അങ്ങേയറ്റത്താണുള്ളത്. കാരണം അത്ര വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് പടച്ചറബ്ബ് അവൻ്റെ പ്രവാചകന്മാരെ കൈപിടിച്ച അതിമനോഹരമായ മുഹറം 10 നമ്മളുള്ളത്. പിന്നെന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ? ഈ മുഹറം 10 ഇതുപോലൊരു സദസ്സിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പടച്ചോൻ നമ്മളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാത്തവർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല. നമ്മുടെ സങ്കടങ്ങൾ പടച്ചോൻ തീർക്കും, നമുക്ക് ചിരിക്കാൻ കഴിയും, നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇൻഷാ അല്ലാ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ പടച്ചോന്, ഒരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, കുറഞ്ഞ സമയമുള്ളൂ, വളരെയധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞൊരു നിമിഷം ഉണ്ടല്ലേ. നമ്രൂദ് എന്ന ക്രൂരനായ ധിക്കാരിയായ ഭരണാധികാരി ലഅനത്തുല്ലാഹി അലൈഹി, അവൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ കിടന്ന് മഹാനവറുകൾ ചൊല്ലിയ ദിക്റുണ്ടല്ലോ, ആ തീയെപ്പോലും തണുപ്പിച്ച് കളഞ്ഞു. നമുക്കും അതുപോലെ പ്രയാസങ്ങളുണ്ട്. തീക്കുണ്ടാരത്തിൻ്റെ അത്ര പ്രയാസമൊന്നുമില്ലെങ്കിലും നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ല. ചില സമയത്തൊക്കെ കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ബിസിനസ് തകർന്നു പോയവരുണ്ട്, ജീവിതം മടുത്തു എന്ന് പറഞ്ഞവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട്, മാരക രോഗങ്ങൾ കടിമയായവരുണ്ട്. വെന്റിലേറ്ററിലാണ് ഉസ്താദെ എൻ്റെ ഉമ്മ, വെന്റിലേറ്ററിലാണ് കുഞ്ഞ് എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാം ഇന്ന് ഇൻഷാ അല്ലാഹ് ക്ലിയർ ആക്കിയെടുക്കണം. 70 തവണ ഹസ്ബി അല്ലാ എന്ന ദിക്ർ, അതിനുശേഷം 7 തവണ മനോഹരമായൊരു ദുആയുണ്ട്. അത് നമ്മൾ ഇന്ന് ചൊല്ലിയാൽ, ഈ മുഹറം 10 രാവിലും പകലിലും നമ്മൾ ചൊല്ലിയാൽ ഒരു കൊല്ലത്തേക്ക് നമുക്ക് മരണമുണ്ടാകില്ല എന്ന് ഇമാമിങ്ങളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ചിലർ പറഞ്ഞു കൽബ് മരിക്കില്ല എന്നാണത്രേ. ആയിക്കോട്ടെ, കൽബ് മരിക്കില്ല എന്നാണെങ്കിലും നമുക്ക് ദീർഘായുസ് ലഭിക്കുമെന്നാണെങ്കിലും അൽഹംദുലില്ലാ, സന്തോഷം. ദീർഘായുസ് ലഭിക്കാത്തൊരു മനുഷ്യന് ഇത് അറിവ് കിട്ടിയിട്ടും ചൊല്ലാൻ പറ്റൂല എന്ന് വരെ പറഞ്ഞ മഹാന്മാരുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ചൊല്ലി നോക്കാലോ, ഇഖ്ലാസോടെ ചൊല്ലി നോക്കാം. പടച്ച റബ്ബി ദുആഇൻ്റെ ബർക്കത്തുണ്ട് ദീർഘായുസ്, ഒരു കൊല്ലം നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുവോളം ആഫിയത്ത് തന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് 70 തവണ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന പരിപൂർണ്ണ ദുആ എനിക്കെൻ്റെ റബ്ബ് മതി, എൻ്റെ നാഥൻ എന്നെ കൈവിടില്ല, എല്ലാം ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ് എന്നുള്ള ബോധ്യത്തിൽ ആ ദിക്ർ ചൊല്ലണം കേട്ടോ. 70 തവണ ചൊല്ലിയിട്ട് നമുക്ക് 7 തവണ ആ ദുആഉം കൂടെ ഒന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പറയാം. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبي الله ونعم الوكيل ونعم المولى ونعم النصير. 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 حسبي الله ونعم الوكيل ونعم المولى ونعم النصير.
حسبي الله ونعم الوكيل ونعم المولى ونعم النصير 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 حسبي الله ونعم الوكيل ونعم المولى ونعم النصير
حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير حسبي الله ونعم الوكيل ونعم المولى ونعم النصير سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم
وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين. سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش. والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش. والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش. لا ملجأ ولا منجا من الله إلا إليه. سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها. والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها. والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها. أسألك السلامة برحمتك يا أرحم الراحمين. ولا حول ولا قوة إلا بالله العلي العظيم. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين. سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش. والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش. والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش. لا ملجأ ولا منجا من الله إلا إليه. سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها. والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها. والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها. أسألك السلامة برحمتك يا أرحم الراحمين. ولا حول ولا قوة إلا بالله العلي العظيم. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين. سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش. والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش. والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش. لا ملجأ ولا منجا من الله إلا إليه. سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها. والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها. والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها. أسألك السلامة برحمتك يا أرحم الراحمين. ولا حول ولا قوة إلا بالله العلي العظيم. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين.
സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين يا ربنا يا ربنا ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീ കാവൽ നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ കൈപിടിക്കണേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. കൈവെടിയല്ലേ നാദാ, സങ്കടങ്ങളേറെയുണ്ട് അല്ലാ. എല്ലാം നിനക്കറിയാമല്ലോ തമ്പുരാനെ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. പടച്ചവനെ, ഒരു കൊല്ലം ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്, ഒരു കൊല്ലമെന്നല്ല മരിക്കുവോളം ആഫിയത്ത് നീ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് രക്ഷയുടെ രാവാണ്, രക്ഷയുടെ പകലാണ് കടന്നു വരുന്നത്. ഈ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് രക്ഷ ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിമനോഹരമായ ദുആ, മത്സ്യത്തിന്റെ അകത്ത് ഇങ്ങനെ പെട്ടുപോകുന്ന ഒരവസ്ഥയിൽ നിന്ന് യൂനുസ് നബിയെ കരക്കെത്തിച്ച ദുആ, ആ ദുആ അത്ഭുതമാണ്. എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും ആ ദുആ നമ്മളെ കൈപിടിക്കും. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഒരു 40 തവണ ആ ദുആ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പടച്ചോനെ നീയല്ലാതെ ആരാധനക്കർഹനില്ല, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാ, നിശ്ചയം ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാ. ഈ ആശയത്തിൽ മനസ്സറിഞ്ഞ് നോതി നോക്കി ഇൻഷാ അല്ലാഹ് 40 തവണ നമുക്കൊന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ രാത്രി നാളത്തെ പകല് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? 5 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്താൽ അടിപൊളിയാവും മുഹറം 10. അതിലൂടെ ഒരു കൊല്ലം സുഭിക്ഷമായ ജീവിതം നമുക്ക് ലഭിക്കും നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊന്ന് കുടുംബത്തിന് ഭക്ഷണത്തിലോ എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുക ആ മേഖലയിൽ വിശാലത ചെയ്യലാണ് അല്ലേ? മൻ വസ്സഅല അയാലിഹി ഫീ വസ്സഅല്ലാഹു ലഹു സായിറസനാ. ഉണ്ടോ? ഈ ആശുറാഇന്റെ ദിവസം കുടുംബത്തിന് ആരെങ്കിലും വിശാലത ചെയ്താൽ അവർക്കൊരു കൊല്ലം അല്ലാഹു വിശാലത ചെയ്യുമെന്ന് റസൂലുള്ളാഹ്. ഒരു കൊല്ലം അല്ലാഹു വിശാലത ചെയ്യും. അപ്പൊ നഷ്ടപ്പെടുത്തി കളയണം എന്തിനാ? നമുക്കെന്തെങ്കിലുമൊക്കെ വിശാലതയോടെ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ടോ? നല്ല ഭക്ഷണം അല്ലെങ്കിൽ നാളത്തേക്കാണോ? എങ്ങനെയാണ് പ്ലാൻ? എങ്ങനെയായാലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കൊല്ലം ദാരിദ്ര്യമില്ലാത്ത സമാധാനമുള്ള ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഈ മുഹറം 10 രാവും പകലും നമ്മൾ പറഞ്ഞു 5000 രൂപയുടെ സമ്മാനമുണ്ട്. നാളെ അസറിന് ശേഷമാണ് ആശുറാഇന്റെ ബൃഹത്തായ മജ്ലിസ്. സമ്മാനത്തിലെ തെരഞ്ഞെടുപ്പൊക്കെ നാളെയാണ് നടക്കുക. എല്ലാവരും നാളെ അസറിന് ശേഷം കൃത്യമായിട്ട് പങ്കെടുക്കണം. പിന്നെ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും രണ്ടും ആശുറാഇന്റെ ദിവസം. ഈ ദിവസത്തിൽ നമ്മൾ സ്വതക്ക ചെയ്താൽ ഒരു കൊല്ലം സ്വതക്ക ചെയ്ത കൂലിയാണ്. യാ അല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്. നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ സഹായം കൊടുക്കാറുണ്ട്. കൂട്ടത്തിൽ നമ്മളോടൊരു ഉസ്താദ് സഹായം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വീട് വെക്കാൻ സ്ഥലം വാങ്ങണം എന്നുള്ള ആവശ്യത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ
പലരും സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. എന്നാലും കൊടുക്കാൻ ഉദ്ദേശിച്ച എമൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളൊന്ന് ഹദിയ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതിലൂടെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും. ഇന്നത്തെ ദിവസം നമ്മൾ കൊടുക്കുമ്പോൾ പടച്ച റബ്ബ് നമുക്ക് അത്തരം പ്രയാസങ്ങളിൽ വരുമ്പോൾ സംരക്ഷിക്കുന്നില്ല, അത്തരം പ്രയാസങ്ങൾ ഇല്ലാതെ തന്നെ നമ്മളെ കാക്കൂലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ റബ്ബ് നമ്മളെ കൈപിടിക്കുമെന്നത് ഉറപ്പല്ലേ. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിന്റെയും അധിപനായ റബ്ബുനാ നമ്മളെ കൈപിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്പം മദ്ഹ് ചൊല്ലാം. എല്ലാത്തിനും പരിഹാരമല്ലേ മുത്തുനബിയുടെ മദ്ഹ്. അത് അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ സ്വലാത്താണ് അതിലുള്ളത്. ആ സ്വലാത്ത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. അൻത ഉമ്മുൽ അംഅബൂൽ മാ റഅയ്നാ ഫീഹി മാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അലൈഹി തവക്കലു. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ മൻ ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അലൈഹി തവക്കലു. ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലിൽ അതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അലൈഹി തവക്കലു. الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. لا إله إلا الله لا إله إلا
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്മാഉൽ ഹുസ്ന ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനമുള്ളതാണ്, അത്ര പ്രാധാന്യമുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന നിങ്ങൾ എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന കൂടെ ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് ദുആരക്കാം. മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി നമുക്കൊന്ന് ചൊല്ലാം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله
يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാ, പടച്ചവനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ അസ്മാവുകൾ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനേ, നിന്നിലാണ് അഭയമല്ലാ. ഒരുപാട് വേദനകൾ ഞങ്ങളുടെ കൽബിലുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ വേദനയും നീ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الحمد لله رب العالمين നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാ. നീ തഴഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല റബ്ബേ. നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. നമ്മൾ ഓതിയതെല്ലാം എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റഹ്മാനായ റഹീമായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്. വേദനകളേറെയുണ്ട് അല്ലാഹ്, ഖൽബകം വിങ്ങുകയാണ് അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്കാരുമില്ല അല്ലാഹ്. നീ ഞങ്ങളുടെ ഉടമയാണല്ലോ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്. റബ്ബായ അല്ലാഹ്, നീ ഞങ്ങളെ കൈവെടിയല്ലേ റഹ്മാനെ. ഈ പുണ്യമായ രാത്രിയിൽ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഞങ്ങൾ ഇരുന്നതാണല്ലാ. എത്രയോ ദിക്റുകൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. കുറവാണെങ്കിലും ഞങ്ങളുടെ ഇഖ്ലാസിൽ ന്യൂനതകൾ ഉണ്ടെങ്കിലും പടച്ചവനെ, നിന്റെ കാരുണ്യം എത്ര വലുതാണല്ലാ. നിന്റെ കരുണ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കരുണ നൽകണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കല്ലേ അല്ലാ. സമാധാനമില്ല റബ്ബേ, പലർക്കും സ്വസ്ഥതയില്ല അല്ലാ. എല്ലാവർക്കും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ സമാധാനം നൽകണേ അല്ലാ. സമാധാനമുള്ള ഖൽബ് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. കുടുംബ പ്രശ്നങ്ങൾ ഓർത്ത്, മക്കളെ കുറിച്ചോർത്ത്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ചോർത്ത് ടെൻഷൻ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലാ. അവരുടെ കണ്ണീർ തുടക്കണേ അല്ലാ. കൽബകം ക്ലീനാക്കണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. കുടുംബത്തിൽ എത്രയോ ബുദ്ധിമുട്ടുകളാണ്. ഇണകളെ കുറിച്ചോർത്തുള്ള സങ്കടങ്ങളുണ്ട്. യാ റബ്ബന, എല്ലാ സങ്കടങ്ങളും നീ അകറ്റി റാഹത്തായ കുടുംബ ജീവിതം നൽകണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. എല്ലാത്തിലുമുപരി മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ. പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് യാ റബ്ബന, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഉപ്പാനെ ചേർത്ത് പിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയാൽ ഞങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സലാം പറഞ്ഞ് ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാ. കൈവെടിയല്ലേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ. പടച്ചവനെ, നിന്റെ ഹബീബായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. നുസ്റ നൽകണേ അല്ലാ. നളറ നൽകണേ അല്ലാ. അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ലാ. ഹബീബിനെ പ്രണയിക്കാൻ, ഹബീബാൽ സ്നേഹിക്കപ്പെടാൻ ഈ പാവങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും സൗഭാഗ്യം നൽകണേ അല്ലാ. കനവിലെങ്കിലും എൻ്റെ മുത്തിനെയൊന്ന് കാണാൻ, കനവിലെങ്കിലും എൻ്റെ മുത്തിനെയൊന്ന് കാണാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അർഹമുർ റഹീം
റഹ്മുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഖൽബ് മുഴുവൻ ഹറാമുകളുടെ കൂമ്പാരമാ മുത്തായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഖൽബ് നന്നാക്കണേ അല്ലാഹ് യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഖൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്, പലിശയുമായി ബന്ധപ്പെടേണ്ട അവസ്ഥകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്, നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ അനുഭവിക്കണ ഒരു ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഹദിയ ചെയ്ത എത്രയെത്ര മനുഷ്യരാണ് റബ്ബേ. അവർ കയ്യിലുണ്ടായിട്ടല്ല പലരും തന്നിട്ടുള്ളത്, അവരുടെ കയ്യിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാഹ്, അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാഹ്, അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാഹ്, നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാഹ്, ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാഹ്, ഒരു നേരത്തന്നത്തിന് വകയില്ലാത്തവരാക്കല്ലേ അല്ലാഹ് യാ റബ്ബനാ. മക്കളില്ലാതെ പൊട്ടിക്കരഞ്ഞ് തളർന്നു പോയ എത്രയോ സഹോദരങ്ങൾ, പല പല വാതിലുകൾ മുട്ടിയവരാ. അവസാനം ഈ ദുആഇന്റെ സദസ്സിൽ വന്നൊന്ന് കൈനീട്ടുകയാ നിന്നോട്, യാ റബ്ബനാ നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. പല പല പ്രശ്നങ്ങളാണ് ഉസ്താദെ സ്കാനിങ്ങിൽ കണ്ടത്, സുഖപ്രസവത്തിന് സ്കോപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ റബ്ബനാ, പ്രയാസങ്ങൾ ദൂരീകരിച്ച് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരികൾക്ക് അല്ലാഹ് സിസേറിയൻ ഉറപ്പായവരുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. എത്ര രോഗികളാണ് റബ്ബേ, ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ എന്നോണം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പനി ബാധിച്ച് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശരീരം മുഴുവൻ വേദനയാണെന്ന് പറഞ്ഞവർ, ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആമവാദം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പടച്ചവനെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശാരീരികമായി പല പല പ്രയാസങ്ങൾ, പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം നീ പടച്ചതാണല്ലോ അല്ലാഹ്, നീ പടച്ചതാണല്ലോ അല്ലാഹ്, നീ പടച്ചതാണല്ലോ അല്ലാഹ്. ശിഫയാക്കാൻ നീ അല്ലാതെ മറ്റാരാണ് അല്ലാഹ്. ഷാഫിയായ റബ്ബേ, ആജിലും കാമിലുമായ ശമനം നൽകണേ അല്ലാഹ്. തളർന്നു കിടക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാഹ്. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ മാറി നിൽക്കുന്ന അവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ് യാ റബ്ബനാ. ഈമാനിന് ബലം കുറവാണല്ലാഹ്, ഈമാൻ ഇസ്തിഖാമ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ തമ്പുരാനേ, നിന്നെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നു അല്ലാഹ്. ന്യൂനതകളേറെയുണ്ടെങ്കിലും പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. വീടില്ലാതെ ഓടി നടക്കുന്നവരുണ്ട്, ഖൈറായൊരു ഭവനം എളുപ്പമാക്കണേ അല്ലാഹ്. നിർമ്മാണത്തിലിരിക്കുന്നവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. കടം കയറി ഉസ്താദേ സമാധാനമില്ലെന്ന് പറഞ്ഞവർ, യാ റബ്ബനാ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാഹ് യാ റബ്ബനാ. മരിക്കുന്നതിന് മുൻപ് കഅബം കാണാൻ ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങളുടെ റൗളയുടെ ചാരച്ചെന്ന് നിന്നിട്ട് ഖൽബ് വിതുമ്പി എൻ്റെ ഹബീബിന് സലാം പറയാൻ, മുത്തായ തങ്ങളെ കാണാൻ അവിടുത്തെ ചാര അതബോടെ നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദി യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ വിളിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ്. ആരംഭപ്പൂവായ തങ്ങളുടെ നളറ ഖബറിൽ നൽകണേ അല്ലാഹ്, ഖബറിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ
അല്ലാ. യാ റബ്ബനാ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത ഞങ്ങള് മഹ്ശറിൽ ഞങ്ങളുടെ തലക്ക് മുകളിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോ വിയർത്ത് മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ ഞങ്ങളെ പ്രസവിച്ച പൊന്നുമ്മാക്ക് പോലും ഞങ്ങളെ വേണ്ടാത്തൊരു നിമിഷമുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവള് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത നിമിഷം, മക്കളോട് കാരുണ്യം കാണിക്കപ്പെടാത്തൊരു നിമിഷം. പടച്ചവനെ, ഞങ്ങളോട് കാരുണ്യമുള്ളൊരു നേതാവുണ്ട്, ജീവന്റെ തുടിപ്പായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിളിയുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് ഞാനുണ്ട്, കരയല്ലേ 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 എന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ ആ പൂവദനമൊന്നിങ്ങനെ നോക്കിയിരിക്കാൻ, ഹബീബിന്റെ മുഖമൊന്ന് കൺകുളിർക്കെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. ഹബീബിന്റെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകച്ചൊരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.